സ്ത്രീകളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആളുകൾക്ക് ഉന്നത പദവി നൽകുന്ന രീതിയുള്ളത് CPM-നാണ്. ഒരു മുൻ MLA 2 ആഴ്ചയായി അദ്ദേഹത്തിനെതിരെ ഒരു നടി പരാതി കൊടുത്തിട്ട് കൈവച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ വർത്താനം പറയുന്നത്, ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ച് നിൽക്കുന്ന ആളിനെ പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കിയ ആളാണ് ഈ വർത്താനം പറയുന്നത്. കേരളത്തിൽ സ്ത്രീപീഡനം ഉണ്ടാകുമ്പോഴൊക്കെ അവരെ പാർട്ടി കോടതിയിൽ വെച്ച് വിചാരണ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് ഈ വലിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത പാർട്ടിയാണ്. CPM എന്ത് നടപടിയെടുത്തു? സ്ത്രീലമ്പടന്മാരെ മുഴുവൻ സംരക്ഷിക്കുകയും അവർക്ക് പദവികൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്തൊരു മുഖ്യമന്ത്രിയാണ് ഈ വർത്താനം പറയുന്നത്. 2 ആഴ്ചക്കാലം ഒരു പരാതി ഒരു നടി കൊടുത്തിട്ട് കൈവച്ചിരിക്കുകയായിരുന്നു. എന്താ അദ്ദേഹം പോലീസിന് ഫോർവേഡ് ചെയ്യാത്തത്? KPCC പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയപ്പോൾ അടുത്ത നിമിഷം അദ്ദേഹം ആ പരാതി DGPക്ക് കൊടുത്തു. അതാണ് ഞങ്ങളും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ചെലവാകാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം നേരിടുമെന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ശബരിമലയിൽ നടക്കുന്ന കൊള്ള ഉന്നതന്മാരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പ്രതിഫലിക്കാൻ പോകുന്ന കാര്യമാണ്. തന്നെയുമല്ല, മുഖ്യമന്ത്രി ജനങ്ങൾക്ക് ഒരു നൽകിയ വാഗ്ദാനങ്ങൾ എവിടെയാണ് പാലിച്ചിട്ടുള്ളത്? നാടിന് എന്ത് മാറ്റമാണ് ഉണ്ടായത്? കഴിഞ്ഞ 10 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയ 10 വർഷങ്ങളല്ലേ? അദ്ദേഹം വീമ്പ് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ജനങ്ങൾ അതിന് തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പരിതാപകരമായ സ്ഥിതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനമാണ്. മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളെ ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ. അദ്ദേഹം ജനങ്ങളുടെ പണം മുടക്കി വിദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുകയല്ലേ. അദ്ദേഹം നടത്തിയ വിദേശയാത്രകൾ മാത്രം എടുത്തിയാൽ മതിയല്ലോ എന്ത് പ്രയോജനം കേരളത്തിലുണ്ടായെന്ന് ആലോചിക്കാൻ. അതുകൊണ്ട് യഥാർത്ഥ നശീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും LDF-ഉമാണ്. ജനങ്ങൾക്ക് ഒരു പ്രയോജനം ചെയ്യാത്തൊരു ഗവൺമെന്റാണ്. അത് വ്യക്തമാകുന്നതിന്റെ പരിഭ്രാന്തിയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അല്ലല്ല, അതൊക്കെ പരിശോധിക്കട്ടെ. കോടതി ഉണ്ടല്ലോ, പരിശോധിക്കട്ടെ. ഇന്നലെ കോടതി അത് പരിശോധിച്ചാണല്ലോ ജാമ്യം കൊടുത്തത്. അപ്പൊ കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന വിഷയമല്ല, അത് കോടതി പരിശോധിക്കട്ടെ. അല്ല, അതെല്ലാം കോടതി പരിശോധിക്കേണ്ട വിഷയം. കോടതിയിലിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഏറ്റവും മാതൃകാപരമായ നടപടി സ്വീകരിച്ച പാർട്ടിയാണ് ഞങ്ങളുടേത്. ഞാനതാ പറഞ്ഞേ, 2 ആഴ്ചക്കാലം ഒരു പരാതി കിട്ടിയിട്ട്, ഒരു മുൻ MLA CPM-ന്റെ മുൻ MLA-യുടെ പരാതി കിട്ടിയിട്ട് അത് മുഖ്യമന്ത്രി അടച്ച് പെട്ടി വെക്കുകയായിരുന്നല്ലോ. എന്താ നടപടി എടുക്കാഞ്ഞ്? ശ്രീപീഡനം നടത്തി എത്രയോ പേരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു. ആ ഇരട്ടത്താപ്പ് മുഖ്യമന്ത്രിയുടെ ശരിയല്ല. എല്ലാവർക്കും ഒരേപോലെ ആകണം നിയമം ഒരുപോലെ ആകണം. പിള്ള നയം സ്വീകരിക്കുന്നത് ശരിയല്ല. അത് കേരളത്തെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഏതാ? അതെല്ലാം കോടതി പരിശോധിക്കട്ടെ. അത് നമ്മളതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകേണ്ട വിഷയമല്ലല്ലോ. അത് കോടതി പരിശോധിക്കട്ടെ. കോടതി പരിശോധിച്ച് നടപടിയെടുക്കട്ടെ. രാഹുൽ മാക്കൂട്ടം ഇപ്പൊ കോൺഗ്രസിലില്ല, നമ്മുടെ പാർട്ടിയിലില്ല. നമ്മുടെ പാർട്ടിയില്ലാത്ത ഒരാളിനെ പറ്റി ഞങ്ങൾക്ക് എന്ത് പറയാനാണ്? ഇവിടെ ശബരിമല അടക്കം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. യാതൊരു വികസനവും കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടന്നിട്ടില്ല. ഒരു വൻകിട വികസന പദ്ധതിയും കേരളത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ഇതെല്ലാം ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തുന്ന ചില പ്രസംഗങ്ങൾ മാത്രമാണിപ്പോൾ. പക്ഷെ KPCCക്ക് കിട്ടിയ ആ നിമിഷം KPCC പ്രസിഡന്റ് DGPക്ക് ഫോർവേഡ് ചെയ്തല്ലോ. ഒരു മുൻ MLA-ക്കെതിരെ, ഒരു CPM മുൻ MLA-ക്കെതിരെ പരാതി കിട്ടിയിട്ട് 14 ദിവസം കൈവച്ചുകൊണ്ടിരിക്കുന്ന ആളായി ഞങ്ങൾക്കെതിരെ ഈ വർത്താനം പറയുന്നത്. നിങ്ങൾ അതുകൊണ്ടൊക്കെ കാണണം.
ഒരു മുൻ MLA-ക്കെതിരെ പരാതി കിട്ടിയിട്ട് 2 ആഴ്ച കൈവച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞങ്ങൾക്കെതിരെ വർത്തമാനം പറയുന്നത്. ഹൈക്കോടതി പോയി ശ്രീപീഡനത്തിന് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചിരിക്കുന്ന ആളിനെ കൂടി നിർത്തിക്കൊണ്ടാ ഈ വർത്തമാനം പറയുന്നത്. രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ സ്വർണ്ണക്കൊള്ള അടിച്ചു മാറ്റിയതിന് ജയിലിൽ കിടക്കുക. അവരെ വെച്ചോണ്ടാ ഞങ്ങളൊരു സാരോപദേശം മുഖ്യമന്ത്രി നടത്തുന്നത്. അത് വേണ്ട. അതോ കേരളത്തിലെ ജനങ്ങൾക്കറിയാം മുഖ്യമന്ത്രി എവിടെ നിൽക്കുന്നു, CPM എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ജനങ്ങൾക്കറിയാം. അല്ല, SITയുടെ ഇന്നലെ SITയുടെ ആളുകൾ വിളിച്ചു പറഞ്ഞു ഇന്നലെ അവർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്, അത് വേറൊരു സമയം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു. എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ആർക്കും വലിയ അസൗകര്യം ഉണ്ടാവും. അവരെ സമയം തരുമ്പോൾ ഞാൻ അവിടെ മൊഴി കൊടുക്കും. ഇല്ല, ഞാൻ ജനങ്ങളോട് പറയും. ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ അവർ വരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. സ്വന്തം പാർട്ടിക്കാരെ പറ്റിയാണോ? സ്വന്തം CPM-ലെ പാർട്ടിക്കാരെ പറ്റിയുള്ള പരാതികൾ വരുമെന്നാണോ അദ്ദേഹം പറയുന്നത്? പീഡന പരാതികൾ, എത്രയോ പീഡന പരാതികൾ വന്നിട്ട് ഒതുക്കി നിർത്തിയ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അല്ലാതെയും പാർട്ടി ഓഫീസിൽ ക്യാമറ വെച്ച് അത് പുറത്തു വന്ന സംഭവങ്ങൾ എത്ര പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങളെ കൊണ്ട് പറയിക്കരുത് മുഖ്യമന്ത്രി. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ നടന്ന കാര്യങ്ങളൊന്നും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. ഇനിയും ഒത്തിരി പറയാനുണ്ട് ഞങ്ങൾക്ക്. വളരെ ദൗർഭാഗ്യകരമാണ്. പാലക്കാട് യേശുവിന്റെ ഒരു നല്ല സജീവ പ്രവർത്തകന്റെ കണ്ണടിച്ചു പൊട്ടിച്ചു. അവിടെ BJP-ക്കാരാണ് ആക്രമണം നടത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ശരിയായ നടപടിയല്ല. പോലീസ് ശക്തമായ നടപടി ഇക്കാര്യത്തിൽ എടുക്കേണ്ടിയിരിക്കും. അല്ല, ഞങ്ങളുടെ UDF പ്രവർത്തകന്മാർക്ക് നേരെ പല സ്ഥലത്തും അക്രമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. CPM-ന്റെ പരാജയ ബോധമാകാം, ചിലയിടത്ത് BJP-ക്കാരുടെ പരാജയ ബോധമാകാം അത് വഴിതെളിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ വിജയം ഉറപ്പാണ്. UDF-ന് അനുകൂലമായി കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നു എന്ന് കണ്ടുകൊണ്ടാണ് പല സ്ഥലത്തും CPM-ഉം BJP-യും അക്രമം ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ അഴിച്ചുവിടുന്നത്. അല്ല, ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് വളരെ ശുഭപ്രതീക്ഷയാണുള്ളത്, വളരെ സംതൃപ്തിയാണുള്ളത്. നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു. ഒരു കാലത്തുമില്ലാത്ത നിലയിൽ പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നു. അതുപോലെ തന്നെ UDF ഒരുമിച്ച് നിന്നു. ജനങ്ങളുടെ അടുക്കൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിനനുകൂലമായി UDF-ന് അനുകൂലമായ ഒരു തരംഗം, UDF-ന് അനുകൂലമായ ഒരു ചരിത്ര വിജയം ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഞാൻ. അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ സിൽവർ ലൈൻ കേരളത്തിൽ നടക്കില്ല. അന്ന് ഞങ്ങളെ എന്തെങ്കിലും ആക്ഷേപമാണ് എന്തെങ്കിലും നടത്തിയത്. ഇപ്പൊ സ്വയം തോന്നിയല്ലോ ഇത് നടക്കില്ല എന്ന്. അപ്പൊ മുഖ്യമന്ത്രി ഏതാ മഞ്ഞക്കുറ്റി ആരെ കൊണ്ടേലും ഒന്ന് എടുത്തു കളയണം. നാട്ടുകാർ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇട്ട മഞ്ഞക്കുറ്റികൾ ഇനിയെങ്കിലും ഇട്ട ഉദ്യോഗസ്ഥന്മാർ കേരളയിലെ ആളുകളെ കൊണ്ട് അതൊന്ന് എടുത്തു കളഞ്ഞാൽ ആളുകൾക്ക് ഭൂമി വിൽക്കാം, ആളുകൾക്ക് ഭൂമി പണയപ്പെടുത്തി ലോൺ എടുക്കാം, ഇതൊക്കെ ചെയ്യാം. ഇപ്പൊ സ്വയം ബോധ്യപ്പെട്ടല്ലോ കേരളയിൽ നടക്കില്ലെന്ന്. ആ കുറ്റിയെങ്കിലും ഒന്ന് പിഴുതു കളയണം. ആളുകൾക്ക് ഒരു ആശങ്ക ഒഴിയാവട്ടെ. അതൊക്കെ ജനങ്ങൾക്കറിയാമല്ലോ. വിഴിഞ്ഞം പദ്ധതിയെ തകർക്കാൻ ഈ മുഖ്യമന്ത്രിയല്ലേ ശ്രമിച്ചത്? 6,000 കോടി രൂപയുടെ പദ്ധതി 4,000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച ആളാണ്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരെ. എന്ത് സംഭവിച്ചു? ഈ പദ്ധതി നടക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആള് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ തന്നെയായിരുന്നു. അത് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി ഗവൺമെന്റുമാണ്. അപ്പൊ ആ ജനങ്ങൾക്കറിയാമല്ലോ ആരാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. അപ്പൊ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുകയും തന്റെ നേട്ടമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് എനിക്ക് പറയാൻ. രാമേന്ദ്രൻ നായർ ജുഡീഷ്യൽ കമ്മീഷൻ ആള് മറന്നുപോയോ? രാമേന്ദ്രൻ നായർ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് പരിശോധിച്ചല്ലോ. എന്നിട്ട് എന്തുണ്ടായി? ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല, ഗവൺമെന്റ് കുറ്റക്കാരനല്ല എന്നല്ലേ കമ്മീഷൻ വിധി പറഞ്ഞത്. അവ തുടക്കം മുതൽ തന്നെ വിഴിഞ്ഞം പദ്ധതി നടക്കാതിരിക്കാൻ വേണ്ടി എല്ലാ മുടന്തൻ ന്യായങ്ങളും
ഉന്നയിക്കുകയും കമ്മീഷനെ വെച്ചു അന്വേഷിക്കാൻ, ജുഡീഷ്യൽ കമ്മീഷനെ. എന്നിട്ട് എന്തുണ്ടായി? ഞാൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് 70% വിജയം അന്ന് ഉണ്ടായത് 2010. അതിനേക്കാൾ വലിയ വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും വളരെ ആത്മവിശ്വാസത്തിലാണ്. എല്ലാ ജില്ലകളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ വളരെ ശുഭകരമാണ്. UDF വൻപിച്ച മുന്നേറ്റം കേരളത്തിലൊട്ടാകെ നടത്തും. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വലിയ ആവേശത്തോടെ പ്രവർത്തകരും ജനങ്ങളും UDFന് അനുകൂലമായ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ ആ പരാതിയെല്ലാം അലമാരി വെച്ച് പൂട്ടും. ഒരു മുൻ MLA-ക്കെതിരെ പരാതി വന്നപ്പോൾ 2 ആഴ്ച മൂടി വെച്ചു. ഒരു സിറ്റിംഗ് MLA-ക്കെതിരെ പരാതി വന്നിട്ട് ഇന്ന് വരെ വാ തുറന്നിട്ടില്ല. അദ്ദേഹത്തിന് പാർലമെന്റ് സീറ്റ് കൊടുക്കുക ചെയ്ത്, കൂടുതൽ അംഗീകാരം കൊടുക്കുക ചെയ്ത്. ആ മഹാനാണ് കോൺഗ്രസിനകത്തെ ശ്രീരംഭടന്മാരെ പറ്റി പറയുന്നത്. ജനങ്ങൾ തിരിച്ചറിയട്ടെ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അവന് മീറ്റർ വെച്ച് അളക്കുകയല്ലേ, തീവ്രത അളക്കാനുള്ള മീറ്റർ കൈവച്ച് നടക്കുന്ന പാർട്ടിയാണ് ഞങ്ങളെപ്പറ്റി വർത്താനം പറയുന്നത്. അത് വേണ്ട, അത് കൈവരിക്കട്ടെ. ഞങ്ങൾ എടുക്കുന്ന പാർട്ടിയാണ്, ശക്തമായ നടപടിയെടുത്ത പാർട്ടിയാണ്. കേരളത്തിൽ മറ്റൊരു പാർട്ടിയും ഇത്രയും നടപടി സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ജനങ്ങളോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുള്ള പാർട്ടിയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗം തകർത്തല്ലോ. ഇവിടെ കേരളത്തിൽ VC-മാരില്ലാത്ത യൂണിവേഴ്സിറ്റികൾ, രജിസ്ട്രാർമാരില്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ മുഴുവൻ തകർത്ത ഒരു ഗവൺമെന്റാണ്. ഗവർണറും ഇവരും തമ്മിലുള്ള പോരാട്ടം കഴിഞ്ഞിട്ട് ഇവിടെ എക്സാമിനേഷൻ നടത്താനോ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കാനോ കഴിയുന്നില്ല. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതി ഇതാണ്. മറ്റു യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതി എന്താണ്? ഇത് തന്നെയല്ലേ. ഇതെല്ലാം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേരളത്തിന്റെ തകർച്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഒന്നാമത്തെ പ്രതി ഗവൺമെന്റും രണ്ടാമത്തെ പ്രതി ഗവർണറുമാണ്. രണ്ടുപേരും ചേർന്ന് കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് കുട്ടികൾ നാട് വിട്ടു മറ്റു രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.